ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കുട്ടിക്ക് എനിക്ക് ലീവാണ്. പക്ഷേ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് ഞാനിത് ജിമ്മിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പം ഇന്ന് ലീവായതിൻ്റെ സന്തോഷം മാത്രമല്ല, ഇന്നൊരു വേറെ സന്തോഷം തന്നെ. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ ആണ്. കുറേ കാലമായി ഞങ്ങൾ വിഷുവിനായിട്ട് കണ്ടതാണ് ഒരുമിച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ്സ് ഓഫീസിൽ പോയി ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോട്ടലൊക്കെ ഓരോരുത്തർ അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവരിക, ചെറിയ സിമ്പിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനിപ്പോൾ ധൃതി പിടിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ പോകാനുള്ള ടൈമായി. 8 to 9 സെഷനാണ് അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇതാണ് എൻ്റെ ജിം ബാഗ്. കുറേ മുന്നത്തെ പണ്ട് ജിമ്മിൽ പോയിരുന്നതാണ്. അപ്പോൾ അതിലൊരു ടവല്, പിന്നെന്താ മൊബൈല്, ഷൂസ്, ജിമ്മിലേക്കുള്ള വേറെ ഷൂസ്, വെള്ളം, ഇത്രയേ ഉള്ളൂ. കുട, ഇപ്പം മഴയായ കാരണം കുട. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് വേഗം പോവാം. രംഷയുടെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കണം. രംഷയുടെ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് അതുവരെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. ഒരു ലീവും ഇല്ലേ? ലീവില്ല, ഒരുപാട് പണിയുണ്ട്. നിങ്ങൾക്കൊക്കെ ലീവല്ലേ? എനിക്കല്ലെങ്കിൽ ലീവാണല്ലോ. ഇന്നത്തെ കുട്ടിക്ക് ലീവാണ്. അപ്പൊ വലിയൊരു ലീവ് കിട്ടിയൊരു ആശ്വാസം. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ കേട്ടോ ഞാൻ ജിമ്മിന് ഇറങ്ങാം. എന്നൊരു കാര്യം ചെയ്യാം, ഇന്ന് ഞാൻ ലീവ് എടുക്കാം. ഇന്ന് ലീവ് എടുക്കരുത് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ പ്ലാനുകളൊക്കെ കൊളാവും, ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ ഒക്കെ കൊളാവും. അപ്പോ അതാണ് സംഭവം. അതെ, വൈകുന്നേരം കാണാം. യെസ്. അപ്പോൾ നമ്മുടെ ജിം എത്താറായിട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഏകദേശം എത്തി, ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ബൈ. അപ്പോൾ ഈവനിങ് കാണാം. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ജിം കേട്ടോ. അപ്പോൾ അവർ ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഡാൻസ്, യോഗ, HIIT അങ്ങനെ ഒരു സെറ്റപ്പാണ്. അല്ലാതെ ജിമ്മിലെ പോലെ നോർമൽ അങ്ങനത്തെ അല്ല, പേഴ്സണൽ ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഓടി പോവുകയാണ്. കറക്റ്റ് 8 മണിയായി. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ജിം സെഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകട്ടെ. എൻ്റെ മുടിയുടെയൊക്കെ ഒരു കോലം. അയ്യോ, ഇന്ന് ഞാൻ ശരിക്കുള്ള സ്ക്രഞ്ചി എല്ലാം എടുത്തത് കെട്ടാൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെല്ലുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കുളിക്കുക, പോവുക, അതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചേർന്നിരിക്കുന്നത് അവർ ഫിറ്റ് ഇവിടെ അടുത്തുള്ളത് തന്നെയാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി ജിം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ പോലെ. അതായത് ഡാൻസ് ഉണ്ട്, യോഗ ഉണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ട്, HIIT വർക്കൗട്ട് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഓരോ മണിക്കൂർ സ്ലോട്ടിൽ നമുക്ക് ഏത് വേണമെങ്കിലും പോവാം. ഒരു ദിവസം 2 സെഷൻ അറ്റൻഡ് ചെയ്യാം, രാവിലെയും വൈകിട്ടും. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഈവനിങ്ങിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കൊരു നെക്സ്റ്റ് മന്ത് മുതലെങ്കിലും പോകണമെന്നുണ്ട്. അതായത് ഞാൻ അധികം ഡാൻസിനാണ് പോകുക, കാരണം എനിക്ക് ഡാൻസാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ എൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 8 to 9 ആണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. മിഥുനെ സ്കൂളിലും ഓഫീസിലൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഞാൻ 8 to 9 ആണ് പോകാറ്. അപ്പോൾ ആ ടൈമിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ അധികം ഡാൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത മാസം മുതൽ യോഗയോ ഫിറ്റ്നസ്സോ ചെയ്യണം. സ്ട്രെങ്ത് ട്രെയിനിങ്, HIIT, ഐസൊലേഷൻ ട്രെയിനിങ് അങ്ങനെയൊക്കെ ഉണ്ട്. 2 സെഷനും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നല്ലതാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോണത്. ഒരു 3 വീക്സായി തുടങ്ങിയിട്ട്. ഒരു ഉഷാറാണ്. അതിന് പോയി വരുമ്പോൾ ഒരു ഫുൾ ഡേ ഭയങ്കര എനർജി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പം ഞാൻ കുളിച്ചതാ, റെഡി ആയിട്ടോ, ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ ഞാൻ എന്നും പറയുന്നതാണ്, ബനാന ചിയാ സീഡ് സ്മൂത്തിയാണ്. ബനാനയും സോയാ മിൽക്കും, ബനാന, പിന്നെ ചിയാ സീഡ് ഞാൻ ഓൾറെഡി പോണതിൻ്റെ മുന്നേ ഒരു 2 hours മുന്നേ ഈ സോയാ മിൽക്കിൽ തന്നെ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ്. വിത്ത് കുട്ടിക്ക് ഇന്ന് എന്താ ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ പോവാറായി, ലേറ്റായി ഓൾറെഡി. അപ്പോൾ എനിക്ക് ചെറിയ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടെ വേഗം അതും കൂടെ തീർത്തിട്ട് വേണം പോകാൻ. കാരണം ഈവനിങ് ആകുമ്പോൾ കുറച്ച് നേരത്തെ വരണം. അപ്പോൾ പിന്നെ വെറുതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ പോലെ ആവരുതല്ലോ. അപ്പോൾ അതാണ് പരിപാടി. നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും, നമ്മൾ വിഷുവൊക്കെ ആഘോഷിച്ച് ആതിരയുടെ വീട്ടിലാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ ഗ്രീഷ്മ ലാസ്റ്റ് മൊമെൻറ്റിൽ ക്യാൻസൽ ചെയ്തു. അവൾക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് കൂടാം. എന്തായാലും ഫുഡൊക്കെ റെഡിയാക്കിയതല്ലേ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ, ഒന്നുമില്ല, സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ അവൾ ചോറും കൂട്ടാനും അതൊക്കെ ഉണ്ടാക്കാൻ, ഞാൻ ഉപ്പേരി ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും കാണിക്കാൻ നല്ല കിടിലനാണ്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം പോവാം.
സ്പെഷ്യൽ ഡ്രസ്സുകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വ്ളോഗിലേക്ക് നമ്മൾ പിന്നെയും കിടക്കുന്നതായിരിക്കും. എല്ലാ ഡ്രസ്സും ആമസോണിൽ നിന്നാണ് കേട്ടോ. കാരണം ഇപ്പോൾ ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽ നടക്കുകയാണ്. 20 to 21 ജൂലൈയിലാണ് അവരുടെ സെയിൽ. അപ്പോൾ 50% to 80% വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1500+ ടോപ്പ് ബ്രാൻഡ്സും അതേപോലെ തന്നെ 4 lakh+ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല വില കുറവാണ് ഇപ്പോൾ ഈ പ്രൈം ഡേ സെയിലിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ലോഞ്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് വൺ ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. അതായത് നമ്മുടെ ചെറിയ കുർത്തിയിൽ നീ ലെങ്ത് വരെ, ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നീ ലെങ്ത് വരേണ്ട വി ഷേപ്പ് ഒക്കെ ആയിട്ട് 3/4 സ്ലീവ്സ് ഒന്നുമില്ല, വളരെ സിമ്പിൾ, നല്ല തുണിയാട്ടോ, സൂപ്പർ തുണിയാണ്. ഇപ്പൊ പിന്നെ ചുരിദാറും കുർത്തിയൊന്നും നമ്മൾ പാൻറ് അതായത് ലെഗിൻസ് നമ്മൾ യൂസ് ചെയ്യില്ല. ഇപ്പൊ ആ ട്രെൻഡ് മാറി. ഇപ്പൊ ഒന്നെങ്കിൽ ഇപ്പൊ ഇട്ട ഗോ കളേഴ്സിന്റെ പോലത്തെ നോർമൽ പാൻറ് അല്ലെങ്കിൽ ഈ സ്ലിം ഫിറ്റ് പാൻറ് ആണ് അതിന്റെ ട്രെൻഡിങ് എന്നാ പറയുന്നത്. അപ്പൊ ഈ പാൻറ് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഇതിന്റെ വൈറ്റോ ബ്ലാക്കോ ബേജോ ഒക്കെ കളർ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ കുർത്തയുടെ കൂടെയും ഷോർട്ട് കുർത്തിയുടെ കൂടെയും ഒക്കെ നല്ല ഭംഗി. അടുത്തതും ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ കുർത്തിയാണ്. ഇതും കോട്ടൺ ആണ്. ഇത് വളരെ വില കുറവാണ് കേട്ടോ. ശരിക്കും സെയിലാകുമ്പോൾ ഒന്നും കൂടെ കുറയും. ഇത് കോട്ടൺ കുർത്തി, വൈറ്റിൽ ഒരു പീച്ച് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് വരുന്ന നല്ല കോട്ടൺ, ഒന്നുമില്ല, ഒരു 3/4 സ്ലീവ്സും ഉണ്ട്, സ്ലിറ്റും ഉണ്ട്. കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് പറഞ്ഞ പോലെ ഈ ഒരു പിങ്ക് കളറ് പാൻറ്റാണ് കേട്ടോ. ഇത് പ്ലാസോ അല്ല, ആക്ച്വലി നോർമൽ പാൻറ്റ്, പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പോലെ, പക്ഷേ കെട്ടുന്നതല്ല, എലാസ്റ്റിക് ടൈപ്പ്. നല്ല പാൻറ്റ് കേട്ടോ, ഭയങ്കര കംഫർട്ട്. അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ. ഇത് എല്ലാത്തിൻ്റെയും കൂടെ, ലോങ് കുർത്തിൻ്റെയും ഷോർട്ട് കുർത്തിൻ്റെയും ഒക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മസ്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് വാങ്ങിച്ച് നോക്കാം കേട്ടോ. സെയിലാകുമ്പോൾ കുറച്ച് വില കുറയാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു കോട്ടൺ കുർത്തി തന്നെയാണ്, എല്ലാ പാൻറ്റുകളാണ്. അപ്പോൾ ഇത് കോളർ നെക്കാണ് കേട്ടോ വരുന്നത്. അതുപോലെ സ്ലീവ്സിൻ്റെ അവിടെയും ഒരു ബ്ലാക്ക് ഇത് വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ അവിടെ കണ്ടോ ബ്ലാക്ക് തുണി വരുന്നുണ്ട്. പിന്നെ എന്താ സ്ലിറ്റ്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്, സിമ്പിൾ ഫ്ലോറലാണ്. ഇത് ബ്ലാക്കിൽ ഒരു പിങ്ക് ഫ്ലോറൽ വർക്ക്. അപ്പോൾ അടുത്തത് ഒരു നോർമൽ നെയ്മല്ല, ഒരു ഡെയിലി വെയർ പോലെ. ഇപ്രാവശ്യം ഒന്നും പാർട്ടി വെയർ വാങ്ങിയിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പാർട്ടി വെയർ ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ബ്ലാക്കിലൊരു നമ്മുടെ ഗോൾഡൻ ഒരു ഫോയിൽ പ്രിന്റ് വരുന്ന പോലത്തെയാണ് കേട്ടോ. വളരെ ചെറിയ പ്രിന്റും കാര്യങ്ങളും, സ്ലിറ്റ്. പിന്നെ ഒരു കുർത്തി, ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട്, ഇതും കോട്ടൺ, നല്ല കോട്ടൺ കുർത്തി തന്നെയാണ്. സ്ലിറ്റ് ഉണ്ട്, ഇവിടെ ചെറിയൊരു ലേസ്. ഇതൊക്കെ ഒരുപാട് തവണ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഒരു കുഴപ്പമില്ല, കളർ പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. 3/4 സ്ലീവ്സ്, അതുപോലെ റെഡിൽ ഒരു വൈറ്റ് ഇത് വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ കോളേജിലേക്കോ ഓഫീസിലേക്കോ സ്കൂളിലേക്കൊക്കെ ഡെയിലി അങ്ങനെ ഇട്ട് പോകാൻ പറ്റുന്ന വളരെ, കാരണം എത്ര ഇട്ടാലും ഇതിൻ്റെ കളറൊന്നും മങ്ങുക അങ്ങനെയൊന്നും ചെയ്യില്ല. കുറേ ആയി ഞാൻ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഭയങ്കര വില കുറവുള്ളൊരു കുർത്തിയാണ്. അടുത്തത് ഒരു ബ്ലാക്ക് ടോപ്പ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാൻറ്റ് വാങ്ങിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാൻറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലാക്ക് ടോപ്പ് വാങ്ങിയത്. നല്ല ടോപ്പാട്ടോ, 3/4 ടൈപ്പ്. നമ്മൾ പെട്ടെന്ന് ഒരു ഡിന്നർ ലഞ്ചിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വലിച്ചു വാരിയിടാൻ പറ്റിയിട്ടുള്ള ഒരു കാഷ്വൽ ടോപ്പ്. നല്ല രസമാണ്. ഒരു ബ്ലാക്ക് ഇങ്ങനത്തെ ടോപ്പ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കാണ്. 3/4 ആകുമ്പോൾ കയ്യിന് വണ്ണമുള്ളവർക്ക് 3/4 ടൈപ്പ് വാങ്ങിക്കാം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ ലുക്കിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് മസ്റ്റായിട്ടൊന്ന് വാങ്ങിക്കാം. ഇത്രയാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ള എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ വാങ്ങാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ബോൺലെസ് തൈസ് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ തലേ ദിവസം ഫുള്ളത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്തു. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി വേണമെങ്കിൽ ഇടാം, സവോള നന്നായിട്ട് അരിഞ്ഞത്, അതുപോലെ നിറയെ കറിവേപ്പില ഇടുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അത് നല്ല എന്താ പറയുക, കാരമലൈസ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള, അതേപോലെ തന്നെ സ്റ്റാർട്ടറൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്ക് കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ക്രഷ്ഡ് ഫെനൽ സീഡ്സ് ഇല്ലേ അത്, പിന്നെ ചില്ലി ഫ്ലേക്സ്, അതൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള, പിന്നെ കറിവേപ്പിലയും വേണമെങ്കിൽ പിന്നെ ഇടാം കേട്ടോ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കനും കൂടെ ഇട്ടാൽ കിട്ടു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബോൺലെസ് തൈസ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത്, സോഫ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ പൊതിയുമായി പോവാണ്. നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങൾ കുട എടുക്കാൻ മറന്നു കേട്ടോ. കയറിയപ്പോഴാണ് ഓർമ്മ കുട എടുത്തില്ല എന്ന്.
അങ്ങനെ ഞാനിത് ആതിരയുടെ വീട്ടിലെത്തി. അന്ന് നമ്മൾ ഹൗസ് വാമിങ്ങിന് പോയി. അതിനുശേഷം എനിക്ക് തോന്നുന്നു വിഷുവിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഗ്രീഷ്മേനെ പിന്നെ ഞാൻ ഇടയ്ക്ക് ജിമ്മിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കാണും. അപ്പോൾ ഇതൊക്കെ ആതിരയുടെ അമ്മ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കലാപരിപാടി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓ അത് ഓർഡർ ചെയ്തോ? ഓ ഇത് പ്ലേറ്റ് പോലെ വരും അല്ലേ? അപ്പം ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് പൊട്ടറ്റോ ഉപ്പേരി ഉണ്ടാക്കിയത്. ജസ്റ്റ് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഫ്രൈ. ഇത് അതിരുടെ കോട്ടയം സ്പെഷ്യൽ, അതിരെ കോട്ടയാണ്. അപ്പോൾ അവിടുത്തെ മീൻ മുളകിട്ടത് അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ നമ്മുടെ പൊട്ടറ്റോ ഉപ്പേരി, പപ്പടം, ചോറ്, മീൻ മുളകിട്ടത്, പിന്നെന്താ ചിക്കൻ ഫ്രൈ, ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഗ്രീഷ്മ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്ലോപ്പായി ലാസ്റ്റ് മൊമെൻറ്റിൽ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് ഇതാ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഞാൻ ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ വർത്തമാനം പറഞ്ഞതാട്ടോ. ഇത്തുക്കുട്ടി അവിടെ ഗംഭീര കളിയാണ്. എന്താ കളിക്കണേ? അങ്ങനെ ഞാനിതാ ആതിരയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ രംഷേട്ടൻ ഇതാ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. എവിടെയാണ്? ഞാൻ ടയേർഡായിക്കും, ഉറക്കം വരുന്നു. ഫുഡൊക്കെ അടിച്ച് ഉറക്കം വരുന്നു. അല്ല അബദ്ധമല്ല, സംസാരിച്ച് തീർന്നില്ല. അപ്പോഴേക്കും രംഷേട്ടൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിവിടെ കുറച്ച് ഡൈനിങ് ടേബിളിൻ്റെ ഇതിൻ്റെയൊക്കെ ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അയ്യോ, ഞാൻ പറഞ്ഞു എന്തിനപ്പോൾ വന്നത്, ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം വന്നില്ലാണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് സ്വപ്പ് വരും ചിലപ്പോ. അതും ചിലപ്പോ തീർന്നില്ല ശരിക്കും. ഈ ഒരു ദിവസം സംസാരിക്കാലോ. ലേഡീസിനാണോ വിഷയം സംസാരിക്കാൻ? ഞങ്ങളുടെ സംസാരം തീരണില്ല. രംഷേട്ടന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ സമയം 9 മണിയായി രാത്രി. ഇപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത്. വന്ന് ഫ്രഷ് ആയിട്ട് ഇതാ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈദ് അടിച്ച് പൊളിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാലോ, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോ കാണിച്ചിട്ടില്ല. പറഞ്ഞു ചെറുതായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കും. രംഷേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രംഷേട്ടൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് തരും എന്നല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് തീരില്ല. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന പോലെ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ പോയി ഡൈനിങ് ടേബിളിൻ്റെ കാര്യങ്ങളും അതൊക്കെ അന്വേഷിക്കാനും അതിനൊക്കെ അവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ അവരുടെ വീട്ടിൽ ശരിക്കും ഇരിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ എടുക്കാറില്ല. നമ്മളിങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അതൊരു പ്രൈവസി നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ആ വീഡിയോയിൽ കൂടുതൽ ഫോക്കസ് ആവണ പോലെ തോന്നും. പിന്നെ പിന്നെ നോക്കുമ്പോൾ രസം എന്നുള്ളതിനേക്കാളും ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായത്. ഫുൾ ഡേ ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല. 6-7 മണിക്കൂർ ഉണ്ടായിരുന്നു വെച്ചാൽ ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഇനി എന്നാ കാണാന്നുള്ള അറിയില്ല. തൊട്ടടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ വെച്ചാൽ ഞങ്ങൾ കാണുന്നത് മാസത്തിലൊരിക്കലോ 3 മാസം കൂടുമ്പോഴൊക്കെയാണ്. വേറൊന്നല്ല, എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ വളരെ ബിസിയാണ്. ഒന്ന് ഹായ് പറയാൻ പോലും അങ്ങനെ കാണൽ വളരെ കുറവാണ്. അപ്പം നമ്മൾ വിചാരിക്കുക എവറി വീക്ക്. ഇപ്പം ഞാൻ പ്രത്യേകിച്ചും ഈ ഒരു ടൈമിലായതുകൊണ്ട് സാറ്റർഡേ സൺഡേ പോലും കാണാൻ പറ്റില്ല. ഫുള്ള് നമ്മൾ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ബിസി ആയിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്ത, ലോങ് വീഡിയോസ് വളരെ കുറവാണല്ലോ. എന്നും ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ എന്നും വീഡിയോ ഉണ്ടാവും കേട്ടോ, ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ആയിട്ട്. പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. വേറെ ഒന്നല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇടാനില്ല. രാവിലെ ജിമ്മിൽ പോകുന്നു, വൈകുന്നേരം ഇപ്പോൾ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജിമ്മിൽ തന്നെ യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വൈകുന്നേരം ഞങ്ങൾ 3 പേരും കൂടെ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ഇപ്പോൾ ഫിറ്റ്നസ് തന്നെയാണ് മെയിൻ. രാവിലെ അങ്ങനെ പോകും, വൈകുന്നേരം യോഗ പോകും. പിന്നെ അതിൻ്റെ ഇടയിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവർക്ക് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ്. ഞാൻ അതിനെ ഭയങ്കരമായ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവർ എന്താണോ പോകുമ്പോൾ അത് ചപ്പാത്തി, കടല, അങ്ങനെ എല്ലാ ദിവസവും റിപ്പീറ്റ്. അതായത് കടല, രാജ്മ, മുട്ടക്കറി, ചിക്കൻ, ഫിഷ്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും. അപ്പോൾ എന്താ വെച്ചാൽ വെറുതെ ആ ടൈം കളയണ്ടല്ലോ. അപ്പോൾ ആ സമയം എനിക്ക് ജിമ്മിൽ പോകാനും ഇത് ചെയ്യാനൊക്കെ ഷോർട്സ് എടുക്കാനും ഒക്കെ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് എടുക്കാത്തത്. കാരണം എനിക്ക് തന്നെ തോന്നി നിങ്ങൾക്ക് തന്നെ ബോറടിക്കുമോ, ഞാൻ ഈ സെയിം റൂട്ടീൻ തന്നെ 3 ദിവസം കാണിക്കുമ്പോൾ ബോറടിക്കുമോ എന്ന് ഇങ്ങനെ തോന്നി. അതിൻ്റെ ഇടയിൽ ഈവനിങ്ങും വീക്കെൻഡും ആണെങ്കിൽ ഇപ്പോൾ മൺസൂൺ ട്രിപ്പ് കുറേ പേര് ചോദിച്ചു മൺസൂൺ ട്രിപ്പ് പോകണില്ലേ.
അപ്പോൾ മൺസൂൺ ട്രിപ്പ് ഒന്നും പോകാനൊരു ഇപ്പോൾ ഈ ഒരു മന്ത് നമുക്ക് ഫുൾ ബിസി ആയതുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഇനി പുതിയ വീട്ടിൽ ചെന്നതിന് ശേഷം അപ്പോൾ കുറേ കണ്ടന്റ് ഉണ്ടാവുമല്ലോ, കുറേ ഓർഗനൈസിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇപ്പം അതൊന്നുമില്ല. അപ്പം ഇങ്ങനെ പെട്ടി ഇങ്ങനെ വലിച്ച് നിരത്തിയിട്ടതിൽ പ്രത്യേകിച്ച് എന്ത് ഓർഗനൈസിങ് ഞാൻ കാണിക്കാൻ, അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. ഭക്ഷണം കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല. എന്താണോ രാവിലെ ഉണ്ടാക്കി അത് തന്നെ ഉച്ചയ്ക്കും രാത്രിയും എന്നുള്ള ഒറ്റ നീട്ടി വെക്കൽ. ബാക്കിയുള്ള സമയം മുഴുവൻ ജിം. അപ്പം ഞാൻ എന്നും രാവിലെ ജിമ്മും യോഗയും കാണിച്ച് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് കുറച്ചത് ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഒന്നാക്കാം എന്ന് വിചാരിച്ചു. ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ പിന്നെ ഇടാം. പിന്നെ ഫ്രൈഡേ ടോപ്പിക്സ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഫ്രൈഡേ ടോക്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് തന്നെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അത് നമുക്ക് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. അത് എങ്ങനത്തെ ടോപ്പിക്സ് ആണ് വേണ്ടതെന്ന് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ പാരൻറ്റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ നമുക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒരു ഡിസ്കഷൻ പോലെ ഞാൻ പറയണേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഫ്രൈഡേ ടോക്സ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതല്ലാതെ ഞാൻ മിക്കവാറും അങ്ങനെ കുറേ വീഡിയോ പണ്ടിട്ട പോലെ ആഴ്ചയിൽ 3 വീഡിയോസ് ഇടാൻ മാത്രം ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ ഈ വക കാര്യങ്ങളിലാണ് ബിസി ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. പക്ഷെ അത്രയും കുറേ പേര് മിസ് ചെയ്യുന്നുണ്ട് എന്താ ഇടാത്തതെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവട്ടെ. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ബൈ.